നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ് രണ്ടാം ദിനം 35 മണിക്കൂർ പിന്നിടുന്നു. ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എല്ലാവരും ചേർന്ന് തീരുമാനങ്ങൾ ഓരോന്നായി എടുക്കുന്നുമുണ്ട്. അപ്പോഴും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം ടീം UDFന് തലവേദനയും കീറാമുട്ടിയും. ഒരുവിധം മന്ത്രിമാരെ ഒപ്പിച്ചപ്പോൾ തർക്കം വകുപ്പുകളിലായി. ചിലരൊക്കെ താല്പര്യമുള്ളത് നേടിയെടുത്തു, മറ്റു ചിലർക്ക് ആഗ്രഹിച്ചത് കിട്ടിയതുമില്ല. അവർ പ്രതിഷേധത്തിലാണ്. മുഖ്യമന്ത്രിയും UDFും തീരുമാനിക്കേണ്ട കാര്യങ്ങളിലെല്ലാം പുറത്തുള്ള പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം ടീം UDF അതിജീവിക്കുമെന്ന് കരുതാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ വിജ്ഞാപനം വൈകുന്നു. ഫിഷറീസ് മുസ്ലിം ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ്. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകൂ എന്ന് ലീഗ്. കൃഷി വകുപ്പിൽ നീരസവുമായി സിദ്ദിഖ്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കി മാണി സി കാപ്പൻ. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികളായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഗൺമാൻമാർ നടത്തിയ മർദ്ദനം SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 6-അംഗ സംഘം അന്വേഷിക്കും. ഡിവൈഎസ്പി ബൈജു പൗലോസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. SIT അന്വേഷണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ. സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ ധവളപത്രമിറക്കാൻ സമിതിയെ നിയോഗിച്ച് വി ഡി സർക്കാർ. ഡോക്ടർ KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിക്ക് ചുമതല. 10 വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നു. ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ. സർക്കാരിന് നന്ദി പറഞ്ഞ ആശാ വർക്കർമാർ. മറ്റന്നാൾ തലസ്ഥാനത്ത് വിക്ടറി റാലി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി സമരസമിതി. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നിശ്ചയിച്ചതുപോലെ തന്നെ നടപ്പിലാക്കുമെന്ന് മന്ത്രി CP ജോർജ്. ഈ പരാജയം CPIMന്റെയോ LDFന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല. കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIMും LDFും തിരിച്ചുവരും. കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുമെന്ന് പിണറായി വിജയൻ. CPMന്റെ അവസാനമായി കാണേണ്ടെന്നും ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്നും പിണറായി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPMൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. MP ഗോവിന്ദനെ മാറ്റണമെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ്. നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനു പിന്നാലെ പാലക്കാട് CPMൽ പൊട്ടിത്തെറി. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത വിലയിരുത്തലെന്ന് M സ്വരാജ്. തെരുവുനായ വിഷയത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. മനുഷ്യജീവന് ഭീഷണിയാകുന്ന നായ്ക്കളെ കൊല്ലാമെന്ന് കോടതി. പൊതു ഇടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്ന് നിർദ്ദേശം. സ്ഥിതി രൂക്ഷമാക്കിയത് സർക്കാരുകളുടെ നിഷ്ക്രിയത്വമെന്ന് രൂക്ഷ വിമർശനം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ഉറപ്പാക്കണമെന്ന് 3-അംഗ ബെഞ്ച്. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ വീതം കൂടി. ഒരാഴ്ചക്കിടെ വില കൂടുന്നത് 2-ാം തവണ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. കഠിനകാലം വരുമെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. ഇറാനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനം താൽക്കാലികമായി പിൻവലിച്ച അമേരിക്ക. നീക്കം ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചു. ബഹിരാകാശ സഹകരണ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും നോർവേയും. കപ്പൽ നിർമ്മാണം, ഹരിത ഊർജ്ജം എന്നിവയടക്കം 12 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയിൽ വാണിജ്യ, സാങ്കേതിക, സുസ്ഥിര ഊർജ്ജ മേഖലകളിൽ $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് നോർവേ. സെപ്റ്റംബറിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തും. പുടിൻ ഇന്ത്യയിലെത്തുന്നത് 1 വർഷത്തിനിടെ ഇത് 2-ാം തവണ. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ശുഭാൻ ഗിൽ നയിക്കും. കോഹ്ലിയും രോഹിത്തും ഏകദിന ടീമിൽ. സഞ്ജു സാംസൺ ടീമിലില്ല. IPLൽ ലക്നൌവിനെതിരെ രാജസ്ഥാന് 221 റൺസ് വിജയലക്ഷ്യം. 96 റൺസ് എടുത്ത് മിച്ചൽ മാർഷ്.
മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പരാതിക്കാരി നേരിട്ടത് കൊടും ക്രൂരത. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയെന്നും മർദ്ദിച്ച് പ്രതികരണശേഷി നഷ്ടപ്പെടുത്തിയെന്നും പരാതിക്കാരി. കേസിൽ ഒരു സ്ത്രീ കൂടി പിടിയിൽ. കസ്റ്റഡിയിലുള്ള സിന്ധുവിനെയും അലീനെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. സ്റ്റോറി ഓഫ് ദ ഡേ, ഒരു ഫുൾ ആക്ഷൻ ഫാമിലി. സംസ്ഥാനത്ത് വി.ഡി. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തർക്കം തുടരുന്നു. ഫിഷറീസ് വകുപ്പിനെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രധാന പ്രതിസന്ധി. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ കടുത്ത എതിർപ്പാണ്. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകൂ എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ലീഗ്. കൃഷി വകുപ്പിൽ ടി സിദ്ദിഖിന് നീരസമുണ്ട്. ടീം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് മാണി സി കാപ്പൻ. ചില വകുപ്പുകളിൽ മാറ്റം വേണമെന്ന് മന്ത്രിമാർ തന്നെ ആവശ്യം ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. ദേവസ്വം വകുപ്പ് എ.പി. അനിൽകുമാറിന് നൽകാൻ ധാരണയായിട്ടുണ്ട്. മുരളീധരന് ആരോഗ്യത്തോടൊപ്പം കായിക വകുപ്പും നൽകും. വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും എബി ജോൺ തോമസ് നൽകും. എബി, ഈ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിമാർക്ക് വീടായി വാഹനമായി, പക്ഷേ വകുപ്പായില്ല എന്നുള്ളതാണ്. അധികാരമേറ്റ് രണ്ടാം ദിനവും തർക്കത്തിൽ തട്ടി വകുപ്പ് വിഭജനം ഇങ്ങനെ നീളുകയാണല്ലോ. കോൺഗ്രസ് ലീഗ് തർക്കം, ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നു. നോട്ടിഫിക്കേഷൻ എത്രയും വേഗം പ്രതീക്ഷിക്കുന്നുണ്ട്. വകുപ്പ് വിഭജനം എങ്ങും എത്താത്തത് എന്തുകൊണ്ടാണ് എബി? അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു വി.ഡി. അധികാരത്തിലേക്ക് വന്നിട്ട് എല്ലാവരും തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരികയും ചെയ്തു. ആദ്യ ക്യാബിനറ്റ് കൂടി. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും മന്ത്രിമാരുടെ വകുപ്പുകൾ ഏത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു ധാരണയിലേക്ക് എത്തിയില്ല എന്നതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി, അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാത്രിയോടുകൂടി അതിൻ്റെ ഒരു വിജ്ഞാപനം ഇറങ്ങാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. അല്ലെങ്കിൽ നാളെ രാവിലെയെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നാളെ 10:00 തന്നെ ക്യാബിനറ്റ് ചേരുന്നുണ്ട്. അതിനു മുമ്പെങ്കിലും ഈ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകൾ ഏതാണ് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു സമയം ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉൾപ്പെടെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള വകുപ്പുകൾ, ആദ്യം ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലനിന്നിരുന്നെങ്കിൽ അത് ഫിഷറീസിൽ തുടങ്ങിയിട്ടുള്ള തർക്കം വിവിധ തലങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാം. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ലത്തീൻ സഭയും ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ലത്തീൻ സഭ അധികാരികൾ പറയുന്ന ഒരു കാര്യം, ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലുമാണ് ഫിഷറീസ് വകുപ്പ് നൽകേണ്ടിയിരുന്നത് എന്നുള്ളൊരു ആവശ്യമാണ്. അതവർ ആദ്യം മുതൽ തന്നെ ആ ഒരു ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് ഇന്നിപ്പോൾ കെ മുരളീധരനും തലസ്ഥാനത്തെ 2 മന്ത്രിമാരാണ്, കെ മുരളീധരനും CP ജോണും, ഇവർ രണ്ടുപേരും അല്പസമയം മുമ്പ് ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തുകയും വൈദികരെ ഉൾപ്പെടെ കാണുകയും ചെയ്തിട്ടുണ്ട്. യൂജിൻ പെരേരയുമായി കൂടിക്കാഴ്ച ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള അവരുടെ പ്രതിഷേധം അറിയിച്ചു. അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ കെ മുരളീധരൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ഒന്നെങ്കിൽ CP ജോൺ അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ, ഈ 2 പേർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പ് നൽകണമെന്നൊരു ആവശ്യം ഇപ്പോൾ സഭ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നിലവിൽ ആ വകുപ്പ് ഇരിക്കുന്നത് ലീഗിന്റെ കയ്യിലാണ്. ഉന്നത വിദ്യാഭ്യാസം ലീഗിന്, ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുത്താൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസം ഇവിടേക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസം തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നെങ്കിൽ മാത്രമേ അത് റോജി എം ജോണിന് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട 2-3 വകുപ്പുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നും തുറമുഖ വകുപ്പ് അത് പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമം ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ KC വേണുഗോപാൽ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള തർക്കങ്ങൾ അവിടെ ഒരു ഭാഗത്തുകൂടെ നടക്കുന്നു. ഒപ്പം തന്നെ വി മുരളീധരൻ നേരത്തെ ആരോഗ്യവും ദേവസ്വവും വകുപ്പുമായിരുന്നു നൽകിയിരുന്നത്. ഇപ്പോൾ അതിലും മാറ്റം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പിനോടൊപ്പം തന്നെ കായിക വകുപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ദേവസ്വം വകുപ്പ് ഇപ്പോൾ അനിൽകുമാറിന് നൽകിയിരിക്കുകയാണ്. അനിൽകുമാറിന് വൈദ്യുതി വകുപ്പാണ് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ദേവസ്വം വകുപ്പും കൂടി നൽകിയിരിക്കുന്നു. M ലിജുവിന് എക്സൈസ് വകുപ്പാണ് നിലവിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സഹകരണ വകുപ്പ് കൂടി നൽകും എന്നൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അക്കാര്യത്തിൽ ഇതുവരെയും ഒരു ധാരണയായിട്ടില്ല എന്നുള്ളതാണ്. വിഷ്ണുനാഥൻ ടൂറിസം വകുപ്പാണ് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വകുപ്പ് കൂടി നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനും ഒരു തരത്തിലുള്ള ധാരണയിലേക്കും എത്തിയിട്ടില്ല. ആദ്യം ടി സിദ്ദിഖിന് നൽകിയിരുന്നത് വനം വകുപ്പായിരുന്നു. അതിൽ
അസംതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് കൃഷി വകുപ്പ് ടി സിദ്ദിഖിന് കൊടുത്തു. എന്നാൽ കൃഷി വകുപ്പ് തനിക്ക് ഇപ്പോൾ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ടി സിദ്ദിഖും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ 9 മണിയോടുകൂടി ക്യാബിനറ്റ് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് മുമ്പെങ്കിലും ഇതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതായത് ഫിഷറീസ് വകുപ്പിൽ തുടങ്ങിയിട്ടുള്ള ചർച്ച, തർക്കം അത് വീണ്ടും പല വകുപ്പുകളിലേക്ക് മാറിയിരിക്കുന്നു. മുന്നണിക്കുള്ളിൽ തന്നെ അതൊരു വലിയ തർക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലും സാമുദായിക സംഘടനകളുടെ തിണ്ണം നിറങ്ങില്ല എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ അവർ പറയുന്നതനുസരിച്ചേക്ക് ഈ വകുപ്പുകളിൽ ഉൾപ്പെടെ മാറ്റം വരുത്തേണ്ട ഒരു ഗതികേടിലേക്ക് വി.ഡി. സതീശൻ സർക്കാർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ എത്തുന്നു എന്നതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അശ്വതി, ശരി. എബി സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ സർക്കാരാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നത്തിൽ തീരുമാനമെടുക്കേണ്ട സമയമാണ്. മഴക്കാലമാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനം, സ്കൂളുകൾ തുറക്കാനിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ സർക്കാരിന്റെ മുൻപിൽ ഉണ്ട് എന്നത് പ്രധാനമാണ്. നാളെയെങ്കിലും വിജ്ഞാപനം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും എബി നൽകിയത്. UDF മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുള്ള ഔദ്യോഗിക വസതികളുടെ കാര്യത്തിൽ ധാരണയായി. മന്ത്രിമന്ദിരങ്ങൾ സംബന്ധിച്ച് നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ടാണ് മന്ത്രിമാർക്കുള്ള ഔദ്യോഗിക മന്ദിരങ്ങൾ അനുവദിച്ച് അന്തിമ ഉത്തരവ് ഇറക്കിയത്. പല പ്രമുഖ വസതികൾക്കായും ഒന്നിലധികം മന്ത്രിമാർ അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ചർച്ചകൾക്കൊടുവിൽ ധാരണയിലെത്തുകയായിരുന്നു. മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ 4 കോടിയോളം രൂപയാണ് ചിലവിടുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വ്യക്തിപരമായ താല്പര്യം പരിഗണിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് തൊട്ടടുത്തുള്ള പമ്പ ബംഗ്ലാവ് അദ്ദേഹത്തിന് അനുവദിച്ചു. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് താമസിച്ച വസതിയാണിത്. ഈ മന്ദിരം തനിക്ക് വേണമെന്ന് ചെന്നിത്തല നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ക്ലിഫ് ഹൗസിന് തൊട്ടടുത്തുള്ള മറ്റൊരു പ്രമുഖ മന്ദിരമായ അശോകയാണ് സണ്ണി ജോസഫിന്റെ ഔദ്യോഗിക മന്ദിരം. കെ മുരളീധരന് സാനഡു, AP അനിൽകുമാറിന് കാവേരി, PC വിഷ്ണുനാഥിന് നിള, M ലിജുവിന് അജന്ത, റോജി M ജോണിന് ഗ്രേസ്, ടി സിദ്ദിഖിന് ഗംഗ, KA തുളസിക്ക് പ്രശാന്ത്, ബിന്ദു കൃഷ്ണയ്ക്ക് തൈക്കാട് ഹൗസ്, OJ ജനീഷിന് മൻമോഹൻ ബംഗ്ലാവ്. ഇങ്ങനെയാണ് കോൺഗ്രസ് മന്ത്രിമാരുടെ വസതികൾ. മുസ്ലിം ലീഗ് മന്ത്രിമാരിൽ പ്രമുഖനായ PK കുഞ്ഞാലിക്കുട്ടിക്ക് ലൈൻ ട്രസ്റ്റ്, N ഷംസുദ്ദീന് നെസ്റ്റ്, KM ഷാജിക്ക് പൗർണമി, PK ബഷീറിന് ഉഷസ്, EV അബ്ദുൾ ഗഫൂറിന് കവടിയാർ ഹൗസ് എന്നിങ്ങനെയാണ് വസതികൾ. മോൻസി ജോസഫ് പെരിയാർ, ഷിബു ബേബി ജോണിന് എസൻഡേൻ, CP ജോണിന് റോസ് ഹൗസ് എന്നിവയും അനുവദിച്ചിട്ടുണ്ട്. ഈ പട്ടികയിൽപ്പെട്ട നിള, സാനഡു, ഗ്രേസ് എന്നീ മന്ദിരങ്ങൾ സ്വന്തമാക്കാൻ മന്ത്രിമാർക്കിടയിൽ കനത്ത മത്സരമാണ് നടന്നത്. മുൻ മന്ത്രിമാർ ഒഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഈ കെട്ടിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. ഇതിനായി തയ്യാറാക്കിയ 3.96 കോടി രൂപയുടെ പ്രത്യേക എസ്റ്റിമേറ്റിന് സർക്കാർ ഭരണാനുമതി നൽകി. ഇതിൽ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിന്റെ മാത്രം അറ്റകുറ്റപ്പണികൾക്കായി 1.35 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി 6 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. DYSP ബൈജു പൗലോസും അന്വേഷണ സംഘത്തിലുണ്ട്. 30 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അന്ന് പറഞ്ഞത് അത് മർദ്ദനമല്ല, വെറും രക്ഷാപ്രവർത്തനം മാത്രമെന്നായിരുന്നു. മനസാക്ഷി മരവിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ പ്രചരിച്ചിട്ടും തെളിവില്ലെന്നായിരുന്നു പിണറായി സർക്കാരിന്റെ വാദം. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ഗൺമാന്മാർ ചെയ്തതെന്നും അതൊരു രക്ഷാപ്രവർത്തനമാണെന്നും പറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഗൺമാന്മാരുടെ നടപടിയെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേറ്റതിന് പിന്നാലെ സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ DYSP ബൈജു പൗലോസ് ഉൾപ്പെടെ 7 പേരാണുള്ളത്. ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി സംഘത്തിന് നേതൃത്വം നൽകും. 30 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും തൽക്കാലം മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ് തീരുമാനം. റിപ്പോർട്ട് ലഭിച്ച ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ വകുപ്പുതല നടപടിയും ക്രിമിനൽ നടപടിയും ഉണ്ടാകും. 2023 ഡിസംബറിലാണ് വിവാദമായ രക്ഷാപ്രവർത്തനം. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ഇറങ്ങിവന്നാണ് ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപസും ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. TP കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത് ഷൗക്കത്ത് അലിയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വിവാദ രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ആക്രമിച്ച പോലീസുകാരെ നീക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിയുക്ത ആലപ്പുഴ MLA AD തോമസ് SITക്ക് രൂപം കൊടുത്തു. 1 മാസത്തിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. KC വേണുഗോപാലിന്റെ ഇടപെടലാണ് സംഭവം പൊതുജന ശ്രദ്ധയിലെത്തിച്ചത്. നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകും. വെട്ടിയ മഴു മറന്നാലും വെട്ടേറ്റ മരം മറക്കില്ലല്ലോ എന്നും AD തോമസ് പ്രതികരിച്ചു. ആ സംഭവത്തിൽ ഉടനടി തന്നെ നടപടിയെടുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യപരമായ സംവിധാനത്തിൽ ചേർന്നതല്ല എന്നാണ് UDF സർക്കാർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം കൊടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സ്വാഭാവികമായ ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താനെടുത്ത വീഡിയോ ആണ് രക്ഷാപ്രവർത്തന കേസിലെ പ്രധാന വഴിത്തിരിവാകാൻ പോകുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ ജോജി തെളിവ് നൽകിയിട്ടും തെളിവില്ല എന്ന് പറഞ്ഞുവെന്നും ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ജോജി അമൃത ന്യൂസിനോട് പറഞ്ഞു. അന്ന് നവകേരള സദസ്സിലെ യൂത്ത് കോൺഗ്രസുകാരും KC-കാരും കരിമണി കാണിക്കുന്നതിനെ എല്ലാ സ്ഥലങ്ങളിലും മർദ്ദിക്കുകയുണ്ടായി. അപ്പോഴത്തേക്ക് ആലപ്പുഴയിലും പ്രതിഷേധം ഉണ്ടാകുന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു. അതിൻ്റെ സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഇരുമ്പുപാലത്തിന് അവിടുന്ന് മുഖ്യമന്ത്രിയുടെ വണ്ടി വരുമ്പോഴത്തേക്ക് പ്രതിഷേധം ആ റോഡിൽ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ ജനറൽ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്തത്. അപ്പോഴാണ് വണ്ടി വരികയും ഈ അജയ് കുര്യാക്കോസും ഈ AD തോമസോടെ വണ്ടിയുടെ മുന്നിൽ ചാടുകയും ഞാൻ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഞാൻ ആ വിഷലെടുക്കുകയും ആ വിഷലാണ് ഞാനിപ്പം കോടതിയിൽ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് സർക്കാർ പ്രത്യേക സമിതി രൂപീകരിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖരൻ സമിതിയുടെ ചെയർമാനും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ കൺവീനറുമാണ്. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നാരായണ, CDS ഡയറക്ടർ ഡോക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. വിദഗ്ധ സമിതി സംസ്ഥാനത്ത് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 10 ദിവസത്തിനകം ധവളപത്രം ഇറക്കാൻ VD സതീശൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമര ഗേറ്റ് തുറന്നു. ഇടതു ഭരണകാലത്ത് അടഞ്ഞുകിടന്ന 2ാം നമ്പർ നോർത്ത് ഗേറ്റാണ് തുറന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2ാം ദിനമാണ് വർഷങ്ങളായി പൂട്ടിക്കിടന്ന സമര ഗേറ്റ് തുറന്നത്. തലസ്ഥാനത്തെ സമരചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്തിയിട്ടുള്ള സമരഗേറ്റ് തുറക്കുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ 6 മന്ത്രിമാരുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലേക്കുള്ള വഴിയിലേക്കാണ്. പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി VD സതീശൻ ഔദ്യോഗിക വാഹനത്തിൽ നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് വന്നതും ചരിത്രമായി. ഇടത് സർക്കാരിന്റെ ഭരണസമയത്ത് ഇടയ്ക്ക് തുറന്നുവെങ്കിലും വർഷങ്ങളായി ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഗേറ്റിന് താഴിട്ടത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ജനപ്രിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമാണ് മുന്നോട്ട് വച്ചത്. അതിനു പിന്നാലെയാണ് സമരഗേറ്റും ജനങ്ങൾക്കായി തുറന്നിട്ടത്. ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രി അദ്ദേഹം ഇന്നലെ ചുമതലയേറ്റു. അതിനുശേഷം നേരം പുലർന്നപ്പോൾ തന്നെ ഈ സമരഗേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ കവാടം തുറന്നിരിക്കുന്നു. പൊതുജനത്തിന് പാസ് എടുക്കണം. പാസ് എടുത്താൽ പോലും ഇതുവഴി പോകാമല്ലോ. മറ്റേ ആരെയും കടത്തിവിടാതെ മുള്ളുവേലിവേലുള്ള ബാരിക്കേഡുകൾ ഇവിടെ അടച്ചു വച്ച് ജനങ്ങൾക്കൊരു മൂകതയായിരുന്നു പ്രധാന ഗേറ്റ്. നിലവിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ ഗേറ്റിലൂടെ പ്രവേശനമുള്ളത്. എനിക്ക് പിന്നിൽ തുറന്നു കിടക്കുന്നത് ജനാധിപത്യത്തിന്റെ ഗേറ്റാണ്. ഇതാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന് പറഞ്ഞു വെക്കുകയാണ് UDF സർക്കാർ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കണമെന്ന് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കണം, മഞ്ഞക്കുറ്റികൾ മാറ്റണം, കേസുകൾ റദ്ദാക്കണം, അറസ്റ്റിലായവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നീ ആവശ്യങ്ങളാണ് സമരസമിതി നൽകിയ നിവേദനത്തിൽ പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കായി 5 വർഷം മുൻപിട്ട മഞ്ഞക്കുറ്റി കാരണം ലോൺ ലഭിക്കാനോ സ്ഥലം വിൽപ്പന നടത്താനോ കഴിയാത്ത അവസ്ഥയാണ് പലർക്കും. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം.
സംസ്ഥാനത്ത് 2019 LDF സർക്കാർ പ്രഖ്യാപിച്ച് നിരവധി പ്രക്ഷോഭത്തിനിടയാക്കിയ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ UDF സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരയിൽ. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതിയും പ്രദേശവാസികളും. പദ്ധതി ഉപേക്ഷിച്ച് സർക്കാർ ഔദ്യോഗികമായി ഉത്തരവിറക്കണം എന്നതാണ് ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ മാത്രം 300 പേരാണ് പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ച് 2020 കേസിൽപ്പെട്ടത്. 2019 സെപ്റ്റംബർ 19 സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കേരളത്തിൽ സമരം തുടങ്ങുന്നത്. കോട്ടയം മുളങ്കുളത്തായിരുന്നു ആദ്യ സമരം. പിന്നീട് കോഴിക്കോട് ജില്ലയിൽ കാട്ടിൽപീടികയിൽ 2020 ഒക്ടോബർ 2 സമരം തുടങ്ങി. ഇതാണ് പിന്നീട് വളർന്നു പന്തലിച്ച് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയായത്. 1500 ദിവസം തുടർച്ചയായി ഉപവാസ സമരം നടത്തിയ കാട്ടിൽപീടികക്കാർക്ക് ആശങ്ക ഇന്നും വിട്ടുമാറിയിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്തിയെങ്കിലും വിൽപ്പന നടക്കുന്നില്ല. വായ്പ കിട്ടാനും ഇപ്പോഴും ഇവർക്ക് തടസ്സമുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞ് നമ്മുടെ സ്വത്തിന് ലഭിക്കേണ്ട ആ ഒരു മാനദണ്ഡം, അതിൻ്റെ വില, അതൊക്കെ കണക്കാക്കി ആ രൂപത്തിലേക്കുള്ള ഒരു ചർച്ചയും കാര്യമൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു വിഷമം, അതാണ് ആ സമരത്തിൻ്റെ ഭാഗമായി നടന്നത്. അത് നമ്മൾ അവരെ ധരിപ്പിച്ചു. പക്ഷെ അവർ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചു പോവുകയാണ് ചെയ്തത്. പദ്ധതി തൽക്കാലം മരവിപ്പിക്കുകയും ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാൻ ധാരണയായിട്ടുണ്ടെങ്കിലും സമരവുമായി ബന്ധം അതിരടയാളക്കല്ലുകൾ പിഴുതുമാറ്റിയതിന് മറ്റും നിരവധി കേസുകളാണുള്ളത്. 11 ജില്ലകളിലായി 1000-ലേറെ പേർ പ്രതികളാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 300 പേരാണ് പ്രതികൾ. പലർക്കും 25,000 രൂപയോളം പിഴയിട്ടിരിക്കുന്നത്. പദ്ധതി തൽക്കാലം മുടങ്ങിയെങ്കിലും കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് സർക്കാർ ഔദ്യോഗികമായി ഉത്തരവിറക്കണമെന്നാണ് സമരസമിതി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. VD സതീശൻ സാറ് ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യാത്ര ചെയ്യാൻ കൂടുതൽ എളുപ്പത്തിൽ സമയം ലാഭിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ തേടുന്നത്. അപ്പം നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. മറ്റ് സ്പീഡായിട്ടുള്ള എന്തെങ്കിലും യാത്രാ സൗകര്യം ഗവൺമെന്റ് കാണും. UDF നേതാക്കൾ പദ്ധതി ഉപേക്ഷിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉത്തരവിറങ്ങും വരെ ആശങ്ക ഒഴിയില്ലെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഓണറേറിയം വർധനവ് അനുവദിച്ച മുഖ്യമന്ത്രി VD സതീശനും UDF സർക്കാരിനും നന്ദി അറിയിച്ച ആശമാർ. നന്ദി സൂചകമായി വ്യാഴാഴ്ച തലസ്ഥാനത്ത് ആശമാർ റാലി സംഘടിപ്പിക്കും. ആശാ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നവർ റാലിയിൽ അണിനിരക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. ദിവസം നീണ്ടുനിന്ന സഹന സമരമാണ് ആശാ സമരം. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങി അനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നത്. സമരത്തിന്റെ പല ഘട്ടങ്ങളിലായി വിവിധ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ നേതാക്കൾ ആശമാരെ കാണാനെത്തി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അവർക്ക് അധികാരത്തിലേറിയാൽ ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിച്ചതോടെയാണ് ആശമാർ നന്ദി അറിയിച്ച് രംഗത്തെത്തിയത്. UDF ഗവൺമെൻറ് അധികാരത്തിലെത്തിയാൽ ആദ്യ ക്യാബിനറ്റിലെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതായിരിക്കും എന്ന് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മുടെ സമരപ്പന്തലിൽ വന്ന് നൽകിയ വാഗ്ദാനം ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ആ വാഗ്ദാനം നടപ്പിലാക്കി. ഈ സമരത്തെ ഏറ്റവും ജനാധിപത്യപരമായി കണ്ടതിന് ഞങ്ങൾക്കുള്ള ഈ അദ്ദേഹത്തോട്, ഈ ഗവൺമെൻറ്റിനോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി 21-ാം തീയതി ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും എത്തിച്ചേരുകയാണ്. 3000 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ആശമാരുടെ ഓണറേറിയം 9,000 രൂപയിൽ നിന്ന് 12,000 രൂപയായി. 21,000-ആയി ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയ UDF സർക്കാർ 3,000 രൂപ മാത്രം വർദ്ധിപ്പിച്ചത് മല എലിയെ പ്രസവിച്ചതുപോലെയാണെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പരിഹസിച്ചിരുന്നു. അതിനും ആശമാർ മറുപടി നൽകി. കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി മല എലിയെ പ്രസവിച്ച പോലെയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞ നിമിഷം മുതൽ ആളുകൾ കൊടുക്കുന്നുണ്ട്. പറയുന്നില്ല, ഇവിടെ പ്രസവിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. വ്യാഴാഴ്ച ആശമാർ മഹാറാലി സംഘടിപ്പിക്കും.
അത് അധികാരത്തിലെത്തിയ ഉടൻ വാക്കുപാലിച്ച UDF സർക്കാരിനോടുള്ള നന്ദിയാണ്, അമ്മമാരുടെ സ്നേഹമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നിശ്ചയിച്ചതുപോലെ തന്നെ നടപ്പിലാക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സ്വകാര്യ ബസ് മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പദ്ധതിയല്ല. എല്ലാവരെയും കേൾക്കുമെന്നും പൊതുഗതാഗതം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കാനല്ലല്ലോ KSRTCയെ നശിപ്പിക്കാനല്ല പ്രൈവറ്റ് ബസ്. ഇത് രണ്ടും വാസ്തവത്തിൽ പരസ്പര പൂരകങ്ങളാവുകയാണ് വേണ്ടത്. 30,000-ഓളം ബസ്സുകൾ സ്വകാര്യ മേഖലയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തിയിരുന്നു. 6,000-ലധികം ബസ്സുകൾ KSRTCയിലും ഉണ്ടായിരുന്നു. ഇന്ന് ആ 30,000 8,000-ആയിട്ട് ചുരുങ്ങി. അതേപോലെ തന്നെ ഈ 6,000 3,000-ആയിട്ടും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അനാവശ്യ യാത്രകൾ ഒഴിവാക്കുമെന്ന മന്ത്രി K മുരളീധരൻ. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജ് ഉണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കള്ളന്മാരെ പൂട്ടുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ ഊർജിത അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അതായത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് വളരെ സുതാര്യമായി നോംസ് അനുസരിച്ച് മാത്രമേ നടത്തൂ. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ മൊത്തം ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യാത്രകൾ നടത്തൂ. നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മൗനം വെടിഞ്ഞ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഭരണമാറ്റം വേണമെന്ന ജനവിധി അംഗീകരിക്കുന്നു. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ UDF സർക്കാരിന് പിന്തുണ വാഗ്ദാനം ചെയ്ത പിണറായി LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും കൂടുതൽ കരുത്തോടെ CPM-ഉം LDF-ഉം തിരിച്ചുവരുമെന്നും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ആദ്യമായാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി പ്രവർത്തകരെ നേരിട്ട് അഭിസംബോധന ചെയ്തത്. പതിവ് ശൈലിയിൽ ആഗോളതലത്തിലെ അമേരിക്കയുടെ കടന്നുകയറ്റത്തെയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും വിമർശിച്ചാണ് പ്രസംഗം തുടങ്ങിയത്. കർഷകരും സാധാരണക്കാരും വലിയ ദുരിതത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനുമായുള്ള യുദ്ധം നമ്മുടെ അടുക്കളയെ ബാധിച്ചിരിക്കുന്നുവെന്ന് പിണറായി വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിച്ച മുൻ മുഖ്യമന്ത്രി 10 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ തുടർച്ചയുണ്ടാകണമെന്ന് UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാതൃകാപരമായ രീതിയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് ഉയർന്നു വരാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ച ഞങ്ങൾ മാത്രമേ നടത്താനാവൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നിരിക്കുന്നു. ആ വിധിയുടെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. തെരഞ്ഞെടുപ്പ് പരാജയം LDF-ന്റെയോ CPM-ന്റെയോ അവസാനമായി കാണേണ്ടതില്ല. കൂടുതൽ കരുത്തോടെ തിരിച്ചുവരും. പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ പിണറായി അണികളോട് ആഹ്വാനം ചെയ്തു. ഈ പരാജയം CPM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല. കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIM-ഉം LDF-ഉം തിരിച്ചുവരും. UDF സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ താൽപര്യങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ശക്തമായി എതിർക്കുമെന്നും പിണറായി മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കണ്ണൂർ. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം തുടരുന്ന CPM-ന്റെ ഓരോ ജില്ലാ കമ്മിറ്റികളിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത വിചാരണ നേരിടുകയാണ്. തിരുവനന്തപുരം, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ ഘടകങ്ങളിൽ നിന്നും അതിരൂക്ഷ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. കണ്ണൂർ ജില്ലാ ഘടകം പിരിച്ചുവിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു. CPM-ന്റെ ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം തുടരുകയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, ഇടുക്കി ജില്ലകളിലെ നേതൃയോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടറിക്കും പിണറായി വിജയനുമെതിരെ കടന്നാക്രമണമാണ് നടത്തിയത്. കണ്ണൂർ ജില്ലാ നേതൃത്വം പിരിച്ചുവിടണമെന്ന അതിരൂക്ഷ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു അംഗങ്ങൾ കടുത്ത വിമർശനം നടത്തിയത്. ഭാര്യ മത്സരിച്ചതോടെ സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധ മുഴുവൻ കണ്ണൂരിലായിരുന്നുവെന്നും വിമർശനമുണ്ടായി. ആര്യ രാജേന്ദ്രനെതിരെയും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ആര്യ രാജേന്ദ്രനെ കാറിൽ കയറ്റിയപ്പോൾ സ്ത്രീകളടക്കം എതിർത്തുവെന്നും മേയർ എന്ന നിലയിലെ പ്രവർത്തനം അവമതിപ്പുണ്ടാക്കിയെന്നും V ശിവൻകുട്ടി വിമർശിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് പിണറായി വിജയനും MV ഗോവിന്ദനും മാറണമെന്നാണ്. പുതിയ മുഖങ്ങൾ വരണമെന്നും നേതൃത്വം പാടെ പരാജയപ്പെട്ടുവെന്നും ജില്ലാ കമ്മിറ്റി വിമർശിച്ചു. MM മണിയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് തിരിച്ചടിയായി എന്നാണ് ഇടുക്കി ജില്ലാ ഘടകം ചൂണ്ടിക്കാട്ടിയത്.
എം മണിക്ക് വീണ്ടും അവസരം നൽകിയിരുന്നുവെങ്കിൽ ജില്ലയിൽ മുന്നേറ്റം ഉണ്ടാക്കാനാകുമായിരുന്നുവെന്നും സംസ്ഥാന നേതൃത്വം അക്കാര്യം പാടെ അവഗണിച്ചുവെന്നും വിമർശിച്ചു. ആലപ്പുഴ ജില്ലാ ഘടകത്തിലും അതിരൂക്ഷ വിമർശനമാണ് പിണറായി വിജയനും എം.വി. ഗോവിന്ദനുമെതിരെ ഉയർന്നത്. എം.വി. ഗോവിന്ദന്റെ ശരീരഭാഷ ശരിയല്ല എന്നും വാർത്താസമ്മേളനങ്ങൾ തിരിച്ചടിയായി എന്നും വിമർശിച്ചു. ജി സുധാകരനെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി ഒപ്പം നിർത്തണമായിരുന്നു. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ആലപ്പുഴ കമ്മിറ്റിയിലും വിമർശിച്ചു. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ചേരുന്ന ഓരോ ജില്ലാ കമ്മിറ്റികളിലും മുൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതിരൂക്ഷമായാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതിനിടെ പാലക്കാട് CPM-ലും പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു രംഗത്തെത്തി. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിലിരുന്ന് നേതാക്കളെ വിമർശിക്കാം, മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ലെന്നും നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ രീതികളുണ്ട്. ആ രീതികളും ആ പ്രക്രിയയും അനുസരിച്ച് ഞങ്ങളുടെ യോഗങ്ങൾ ചേരും. ആ യോഗങ്ങളിൽ എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്ന പാർട്ടി അല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി. എല്ലാ കാലത്തും അങ്ങനെയല്ല. സാധാരണഗതിയിൽ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി യോഗം കൂടിയാൽ ഒരു 15 അംഗ ലോക്കൽ കമ്മിറ്റി യോഗമാണ് എങ്കിൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്നു. പ്രതിഭയ്ക്ക് പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയണം. പ്രചരണം സജീവമായില്ലെന്ന പരസ്യ പ്രതികരണം കടുത്ത അച്ചടക്ക ലംഘനം. ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പക്വത കാണിക്കണമെന്നും വിമർശനം ഉയർന്നു. കായംകുളത്തെ പരാജയത്തിൽ പ്രതിഭയ്ക്കും പങ്കുണ്ട്. കായംകുളത്ത് പാർട്ടിയും യു പ്രതിഭയും രണ്ട് തട്ടിലാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. വലിയൊരു പരാജയമുണ്ടാകുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിനന്ദനവും ഉണ്ടാകും. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുത്. യാഥാർത്ഥ്യബോധമില്ലാത്ത വിലയിരുത്തലാണത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഈ വിമർശനങ്ങളൊന്നും ബാധിക്കില്ല എന്നും സ്വരാജ് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു മുൻവിധിയോടുകൂടി പുതിയ ഗവൺമെൻറ്റിനെ കാണുന്നില്ല. അവർ ഭൂരിപക്ഷം നേടി വന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം നേടി വരുന്നവർ ഗവൺമെൻറ് രൂപീകരിക്കും. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ശാപവാക്കുകളൊന്നും പറയാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജനാധിപത്യത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരളത്തിൽ 10 വർഷം ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്തിരുന്ന മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുകയുണ്ടായല്ലോ. ക്രിയാത്മക പ്രതിപക്ഷമായി ഇടതുപക്ഷം പ്രവർത്തിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും തെറ്റിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യും. ആദ്യ ദിനത്തെ പ്രഖ്യാപനങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നില്ലെന്നും M.V. ഗോവിന്ദൻ പ്രതികരിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അർഹതപ്പെട്ടതെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോട്ടയത്ത് പറഞ്ഞു. ആവശ്യത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ ആലോചിച്ചിട്ടില്ല. ഇടതുമുന്നണിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് കോൺഗ്രസ് ആലോചിക്കണം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ കോൺഗ്രസ് മറന്നുപോയി. വൈക്കത്തടക്കമുണ്ടായ തോൽവിയെക്കുറിച്ച് പഠിക്കുമെന്നും വിവിധ മണ്ഡലങ്ങളിൽ CPIക്കുണ്ടായ ജയപരാജയങ്ങളെ വിലയിരുത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിന് പുറത്ത് പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം വെച്ചത് ഏറ്റവും ന്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്ഥാനം അർഹതപ്പെട്ടതാണ്. തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന നായ്ക്കളെ കൊല്ലാമെന്ന് കോടതി ഉത്തരവിട്ടു. പൊതുസ്ഥലത്തു നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്നും മൃഗസ്നേഹികളുടെ ഹർജി തള്ളിക്കൊണ്ട് കോടതി ഇന്ന് വ്യക്തമാക്കി. രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിലാണ് മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത, NV ആചാര്യ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. തെരുവുനായ ശല്യം തടയുന്നതിനായി കോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് FIR-ഓ മറ്റ് ക്രിമിനൽ നടപടികളോ സ്വീകരിക്കാൻ പാടില്ല. എല്ലാ സർക്കാർ ആശുപത്രികളിലും വിഷബാധയ്ക്കുള്ള ചികിത്സ ഉറപ്പാക്കണം. ABC ചട്ടങ്ങൾ പാലിക്കണമെന്നും എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് ഒരു ABC സെന്റർ പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.
ആശുപത്രികൾ, സ്കൂൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങി പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ അടിയന്തരമായി മാറ്റണമെന്ന ഇടക്കാല ഉത്തരവ് കർശനമായി പാലിക്കണം. ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്ത് മൃഗസ്നേഹികളും സംഘടനകളും സമർപ്പിച്ച ഹർജികളും സുപ്രീംകോടതി തള്ളി. ഉത്തരവ് നടപ്പാക്കുന്നുണ്ടെന്ന് ഹൈക്കോടതികൾ ഉറപ്പാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ കണ്ണീരോടെ സ്വാഗതം ചെയ്ത് റാന്നി പെരുന്നാട് സ്വദേശിനി രജനി 2022 പേവിഷബാധയേറ്റ് മരിച്ച 12 വയസ്സുകാരി അഭിരാമിയുടെ അമ്മയാണ് രജനി. അക്രമകാരികളായ നായ്ക്കളെ ദയാവധം ചെയ്യാനും മറ്റുള്ളവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനുമുള്ള വിധി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും രജനി ആവശ്യപ്പെടുന്നു. മകൾ അഭിരാമിയുടെ ഓർമ്മകളിൽ നീറുന്ന രജനിക്ക് സുപ്രീം കോടതി വിധി നേരിയ ആശ്വാസമാണ് നൽകുന്നത്. മൃഗക്ഷേമ ബോർഡിന്റെ സർക്കുലറിനെതിരെ നായപ്രേമികൾ നൽകിയ അപ്പീൽ തള്ളിയ കോടതി ഉത്തരവ് തങ്ങളെപ്പോലെ ഉറ്റവർ നഷ്ടപ്പെട്ടവർക്ക് നീതി നൽകുന്നതാണെന്ന് രജനി പറയുന്നു. ഇന്നത്തെ സുപ്രീം കോടതി വിധി എന്നെപ്പോലുള്ള കുറേ അമ്മമാര് അല്ലെ പ്രായമായവര് അങ്ങനെയുള്ളവർക്കെല്ലാം ഇന്ന് ആശ്വാസകരമായ ഒരു വിധിയാണ്. കാരണം തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഈ നായകളെ പൂർണ്ണമായിട്ടും തെരുവിൽ നിന്ന് മാറ്റുക, അല്ലെ ഷെൽട്ടർ സ്ഥാപിച്ച് അതിലേക്ക് മാറ്റുക. തെരുവ് നായ്ക്കളെ ആക്രമണകാരികളായിട്ടുള്ള പേ ബാധിച്ചവരെ അവരെ കൊന്നുകളയുക. പഠനത്തിൽ മിടുക്കിയായിരുന്ന അഭിരാമിയെ 2022 ഓഗസ്റ്റിലാണ് വീടിനടുത്ത് വെച്ച് തെരുവുനായ ആക്രമിച്ചത്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് സെപ്റ്റംബർ 5 കുട്ടി മരണത്തിന് കീഴടങ്ങി. അന്ന് ചികിത്സാ പിഴവ് ആരോപിക്കപ്പെട്ടിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ലെന്ന വിഷമവും ഈ അമ്മ പങ്കുവയ്ക്കുന്നു. ഓരോ പ്രാവശ്യം വണ്ടി വിളിച്ച് ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലുകാർ പോലും ഇതുപോലെ പേവിഷം ബാധിച്ചതാണ് എന്നൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവർക്കത് മനസ്സിലാകാഴികയാണെന്നോ അതോ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാഴി ഞങ്ങളോട് പറയാഞ്ഞതാണോ ഒന്നും അറിയത്തില്ല. ലാസ്റ്റ് സമയമാണെന്ന് തന്നെ കുഞ്ഞോ ഫിറ്റ്സ് വന്ന അവസ്ഥയിലായാണ് ഞങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകുന്നതും കോട്ടയത്ത് നിന്ന് പിന്നെ ഞങ്ങൾക്കുള്ള ജീവനോട് തിരികെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തങ്ങളെ സന്ദർശിച്ച് നൽകിയ പിന്തുണ രജനി നന്ദിയോടെ ഓർക്കുന്നു. തൻ്റെ മകൾക്കുണ്ടായ വിധി ഇനി ഒരു കുഞ്ഞിനും ഉണ്ടാകരുതെന്നും കോടതി ഉത്തരവ് സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കണമെന്നുമാണ് രജനി ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.